എല്ലാവർക്കും VBY ITIയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് എന്ന മൊഡ്യൂളിലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. എസ്റ്റിമേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഗിവൺ ടു ബിൽറ്റ് അപ്പ് ഏരിയ ഓഫ് ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി? ഓപ്ഷൻ എ പ്ലിന്ത് ഏരിയ, ഓപ്ഷൻ ബി ഫ്ലോർ ഏരിയ, ഓപ്ഷൻ സി സർക്കുലേഷൻ ഏരിയ, ഓപ്ഷൻ ഡി കാർപ്പറ്റ് ഏരിയ. ഏതൊരു നിലയുടെയും ഫ്ലോർ ലെവലിൽ മെഷർ ചെയ്യുന്ന ആ ബിൽഡിങ്ങിന്റെ ബിൽറ്റപ്പ് ഏരിയനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് ടേംസ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, പ്ലിന്ത് ഏരിയ. ഇറ്റ് ഈസ് ദി ബിൽറ്റ് കവേർഡ് ഏരിയ ഓഫ് ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. ഏതൊരു സ്റ്റോറിയുടെയും ഫ്ലോർ ലെവലിൽ മെഷർ ചെയ്യുന്ന ബിൽറ്റ് കവേർഡ് ഏരിയനെ പറയുന്ന പേരാണ് പ്ലിന്ത് ഏരിയ. Then second one, floor area. It is the total area of floor in between walls and consists of floor of all rooms, verandas, passages, corridors, staircase rooms, entrance halls, kitchen, stores, bath and latrine, etc. വാൾസിന് ഇടയിൽ വരുന്ന ഫ്ലോറിന്റെ ടോട്ടൽ ഏരിയനെയാണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം, സർക്കുലേഷൻ ഏരിയ. ഇറ്റ് ഈസ് ദി ഫ്ലോർ ഏരിയ ഓഫ് വെരാന്താസ്, പാസേജസ്, കൊറിഡോർസ്, ബാൽക്കണീസ്, എൻട്രൻസ് ഹാൾ, പോർച്ചസ്, സ്റ്റെയർ കേസസ് എക്സെട്ര വിച്ച് ആർ യൂസ്ഡ് ഫോർ മൂവ്മെന്റ്സ് ഓഫ് പേഴ്സൺ യൂസിങ് ദ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൽ മൂവ്മെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലോർ ഏരിയനെയാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. അതിൽ വെരാന്ത, പാസേജ്, കൊറിഡോർസ്, ബാൽക്കണീസ്, എൻട്രൻസ് ഹാള്, സ്റ്റെയർ കേസ് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും. ദെൻ നെക്സ്റ്റ്, കാർപ്പറ്റ് ഏരിയ. It is the useful area or livable area or lettable area. This is the total floor area minus the circulation area and minus other non-usable areas as sanitary accommodation. Carpet area means total floor area യിൽ നിന്നും സർക്കുലേഷൻ ഏരിയയും അതുപോലെ അതർ നോൺ യൂസബിൾ ഏരിയാസും മൈനസ് ചെയ്താലാണ് കാർപ്പറ്റ് ഏരിയ കിട്ടുന്നത്. അതായത് ഒരു റൂമിന്റെ യൂസ് ചെയ്യുന്ന ആ ഏരിയനെ പറയുന്ന പേരാണ് കാർപ്പറ്റ് ഏരിയ എന്ന്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, പ്ലിന്ത് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the name given to area of a building consisting of verandas, passages, corridors, balconies, etc. Option A, circulation area. Option B, horizontal circulation area. Option C, vertical circulation area. Option D, carpet area. Veranda, passages, corridors, balconies പോലെയുള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ബിൽഡിങ്ങിന്റെ ഏരിയനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ സർക്കുലേഷൻ ഏരിയ എന്നൊരു ഭാഗം ഡിസ്കസ് ചെയ്യാം. സർക്കുലേഷൻ ഏരിയ മേ ബി ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. സർക്കുലേഷൻ ഏരിയ എന്താ നമ്മൾ പറഞ്ഞു, ബിൽഡിങ്ങിലെ പേഴ്സൺസിന് മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യപ്പെടുന്ന ഏരിയനെയാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. അതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, horizontal circulation area and vertical circulation area. Horizontal circulation area, it is the area of verandas, passages, corridors, balconies, porches, etc. required for the horizontal movement of the users of the building. Building usersന് horizontal movementന് വേണ്ടി ആവശ്യമായി വരുന്ന ഏരിയാസിനെയാണ് horizontal circulation area എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് veranda, passages, corridors, balconies, porches. The next, vertical circulation area. It is the area or space occupied by staircases, lift and the entrance halls adjacent to them which are required for vertical movement of the users of the building. ഒരു ബിൽഡിങ്ങിലെ യൂസേഴ്സിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റിന് ആവശ്യമായിട്ട് വരുന്ന ഏരിയനെയാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സ്റ്റെയർ കേസ്, ലിഫ്റ്റ്, ദെൻ അതിനോടനുബന്ധിച്ച് വരുന്ന എൻട്രൻസ് ഹാൾസ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെന്റേജ് ഓഫ് പ്ലിന്ത് ഏരിയ ഈസ് പ്രൊവൈഡഡ് ഫോർ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ? ഓപ്ഷൻ എ 5 to 10%, ഓപ്ഷൻ ബി 10 to 15%, ഓപ്ഷൻ സി 15 to 20%, ഓപ്ഷൻ ഡി 20 to 25%. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലിന്ത് ഏരിയയുടെ എത്ര പെർസെന്റേജ് ആണ്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ 10 to 15% ഓഫ് ദി പ്ലിന്ത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ്. പ്ലിന്ത് ഏരിയയുടെ 10 to 15% ആണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. then അതുപോലെ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ 4% to 5% ഓഫ് ദി പ്ലിന്ത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയയുടെ 4 to 5% ആണ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയക്ക് വേണ്ടി കൊടുക്കുന്നത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, 10 to 15%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെന്റേജ് ഓഫ് പ്ലിന്ത് ഏരിയ ഓഫ് ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കംസ് ടു കാർപ്പറ്റ് ഏരിയ? ഓപ്ഷൻ എ 40 to 55%, ഓപ്ഷൻ ബി 50 to 65%, ഓപ്ഷൻ സി 60 to 75%, ഓപ്ഷൻ ഡി 70 to 85%. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ പ്ലിന്ത് ഏരിയയുടെ എത്ര പെർസെന്റേജ് ആണ് കാർപ്പറ്റ് ഏരിയക്ക് വേണ്ടി കൊടുക്കുന്നത്.
The carpet area of an office building may be 60% to 75% of plinth area of the building. ഒരു ഓഫീസ് ബിൽഡിങ്ങിന്റെ കേസിൽ ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയയുടെ 60 to 75% ആണ് കാർപ്പറ്റ് ഏരിയക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. The carpet area of an residential building may be 50 to 65% of plinth area of the building. Then residential buildingന്റെ കേസിൽ പ്ലിന്ത് ഏരിയയുടെ 50 to 65% ആണ് കാർപ്പറ്റ് ഏരിയക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കേസ് ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി 50 to 65%. Next question. What percentage of estimate cost is charged for centage charges? Option A 5 to 10%. Option B 10 to 15%. Option C 15 to 20%. Option D 20 to 25%. Estimate costന്റെ എത്ര പെർസെൻറ്റേജ് ആണ് സെൻറ്റേജ് ചാർജിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ദ കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ സർവീസസ് മേ വേരി ഫ്രം 10% to 20%. ഒരു ബിൽഡിങ്ങിന്റെ ഔട്ട്സൈഡ് വർക്കിനെയാണ് എക്സ്റ്റേണൽ സർവീസസ് എന്ന് പറയുന്നത്. ഡ്രസ്സിംഗ് ഓഫ് റോഡ്, ഡിഗ്ഗിംഗ്, ഫില്ലിംഗ്, ലെവലിംഗ്, അതുപോലെ അപ്രോച്ച് റോഡ്, എക്സ്റ്റേണൽ സെവറേജ്, സീവേജ് ഡിസ്പോസൽ ഓഫ് വർക്ക്സ്, എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ സർവീസ് ലൈൻസ്, സ്റ്റോം വാട്ടർ ഡ്രെയിൻസ്, ഫെൻസിംഗ്, കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, അർബോറികൾച്ചർ, ഇത്രയും കാര്യങ്ങളെല്ലാം പെടുന്നതാണ് എക്സ്റ്റേണൽ സർവീസസ്. 10 to 20% ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. Then contingencies 3% to 5% of estimate cost. Incidental expenses of miscellaneous characterനെയാണ് contingencies എന്ന് പറയുന്നത്. അത് estimate costന്റെ 3 to 5% ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then next work charged establishment. Work charged establishment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസേഴ്സ് പോലെയുള്ള ടെമ്പററി സ്റ്റാഫ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സാലറീസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. എസ്റ്റിമേറ്റ് കോസ്റ്റിന്റെ 1.5 to 2% ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൂൾസ് ആൻഡ് പ്ലാൻസ് 1.5 to 2% ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ടൂൾസും കാര്യങ്ങളെല്ലാം പർച്ചേസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തുകയാണ് T&Pയിൽ വരുന്നത്. നെക്സ്റ്റ് സെന്റേജ് ചാർജസ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് 10% to 15% ആണ് വരുന്നത്. സെന്റേജ് ചാർജ് വരുന്നത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിന് വരുന്ന എക്സ്പെൻസസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഡിസൈനിങ്, പ്ലാനിങ്, സൂപ്പർവിഷൻ ഒക്കെ വരുന്ന എക്സ്പെൻസിനെയാണ് സെന്റേജ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ സെന്റേജ് ചാർജിന്റെ പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് 10 to 15%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്? ഓപ്ഷൻ എ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ഓപ്ഷൻ ബി ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ്, ഓപ്ഷൻ സി പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ഓപ്ഷൻ ഡി സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാന്ന് നോക്കാം. എസ്റ്റിമേറ്റ്സിനെ മെയിൻ ആയിട്ടും 2 ടൈപ്പ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്, ദെൻ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. റഫ് കോസ്റ്റിൽ ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷൻ ആണ് ചെയ്യുന്നത്. ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിൽ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് ചെയ്യുന്നത്. ഓരോ ഐറ്റത്തിന്റെയും എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നു. റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിൽ 4 ടൈപ്പ് വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ഓർ പ്രിലിമിനറി ഓർ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്. രണ്ടാമത് വരുന്നത് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, then cubicle content estimate, then approximate quantity method estimate. Item rate estimate ൽ വരുന്ന ടൈപ്സ് ആണ് detailed estimate, revised estimate, supplementary estimate, supplementary and revised estimate, annual repair estimate, extension and improvement estimate. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിൽ വരുന്നത്. സോ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ആണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ആൻ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്? ഓപ്ഷൻ എ പ്ലിന്ത് ഏരിയ, ഓപ്ഷൻ ബി ആനുവൽ റിപ്പയർ, ഓപ്ഷൻ സി ക്യൂബിക്കൽ കണ്ടന്റ്, ഓപ്ഷൻ ഡി പ്രിലിമിനറി. ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആനുവൽ റിപ്പയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സീക്വൻസ് ഓഫ് ബുക്കിംഗ് മെഷർമെന്റ്സ്? ഓപ്ഷൻ എ ബ്രെഡ്ത്ത്, ലെങ്ത് ആൻഡ് ഡെപ്ത്, ഓപ്ഷൻ ബി നമ്പർ, ലെങ്ത് ആൻഡ് ഡെപ്ത്, ഓപ്ഷൻ സി ഡയമീറ്റർ, ലെങ്ത് ആൻഡ് ഡെൻസിറ്റി, ഓപ്ഷൻ ഡി ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് സീക്വൻസ് ആണ് നമ്മൾ മെഷർമെന്റ്സ് എഴുതുമ്പോൾ യൂസ് ചെയ്യുന്നത്? ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ഫോമിന്റെ ഒരു ടേബിൾ നോക്കാം. ഇവിടെ വരുന്നത് ഐറ്റം നമ്പർ, ഡിസ്ക്രിപ്ഷൻ, നമ്പേഴ്സ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, കണ്ടന്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. ഇതാണ് അതിന്റെ ഒരു സീക്വൻസ് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഫോർ ബിൽ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ? ഓപ്ഷൻ എ 0.5 mm, ഓപ്ഷൻ ബി 1 mm, ഓപ്ഷൻ സി 1 cm, ഓപ്ഷൻ ഡി 10 cm. ബിൽ ക്വാണ്ടിറ്റി കാൽക്കുലേഷനിൽ മിനിമം ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജനറൽ റൂൾസിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ നോക്കാം. ഡയമെൻഷൻസ് ഷോൾ ബി മെഷേർഡ് ടു നിയറസ്റ്റ് 0.01 meter, that is 1 cm. Then area shall be measured to the nearest 0.01 square meter. Cubic content shall be worked out to the nearest 0.01 cubic meter. So ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ലെങ്ത്തിന്റെ മിനിമം ആണ് ചോദിച്ചിട്ടുള്ളത്. So the answer is option C 1 cm. Next question, what is the minimum area for bill quantity calculation? Option A 1 millimeter square, option B 1 centimeter square, option C 0.01 square meter, option D 1 meter square. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏരിയയിൽ വരുമ്പോൾ മിനിമം വാല്യൂ വരുന്നത്
Option C 0.01 square meter. The next question, what is the minimum cubicle quantity for bill quantity calculation? Option A 1 millimeter cube, option B 1 centimeter cube, option C 0.01 meter cube, option D 0.1 meter cube. ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ക്യൂബിക്കൽ കണ്ടന്റിൽ മിനിമം വരുന്നത് 0.01 meter cube. Next question, what is the unit for excavation in MKS system? Option A meter, option B square meter, option C cubic meter, option D number. MKS സിസ്റ്റത്തിൽ എക്സ്കവേഷന്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ടേബിൾ ആണിത്. ഈ ടേബിളിൽ പെർട്ടിക്കുലേഴ്സ് ഓഫ് ഐറ്റംസ്, ഓരോ ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിന്റെ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഇൻ MKS തന്നിട്ടുണ്ട്. അതുപോലെ യൂണിറ്റ്സ് ഓഫ് പേയ്മെന്റ് ഇൻ MKS തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഇതിൽ മെഷർമെന്റ് യൂണിറ്റും ചോദിച്ച് കാണാറുണ്ട്, പേയ്മെന്റ് യൂണിറ്റും ചോദിച്ച് കാണാറുണ്ട്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എക്സ്കവേഷന്റെ യൂണിറ്റ് ആണ് MKS സിസ്റ്റത്തിലെ. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി ക്യൂബിക് മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ സിമെന്റ് കോൺക്രീറ്റ് ഇൻ MKS സിസ്റ്റം? ഓപ്ഷൻ എ നമ്പേഴ്സ്, ഓപ്ഷൻ ബി മീറ്റർ, ഓപ്ഷൻ സി സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ ഡി ക്യൂബിക് മീറ്റർ. ഇതും നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സിമെന്റ് കോൺക്രീറ്റിന്റെ MKS സിസ്റ്റത്തിലെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിളിൽ കാണാൻ പറ്റും. സിമെന്റ് കോൺക്രീറ്റിൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇൻ MKSൽ ക്യൂബിക് മീറ്ററും യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഇൻ MKSൽ പെർ ക്യൂബിക് മീറ്ററുമാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ക്യൂബിക് മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോർട്ടാർ ഫോർ സൂപ്പർ സ്ട്രക്ചർ ഇൻ MKS സിസ്റ്റം? ഓപ്ഷൻ എ മീറ്റർ, ഓപ്ഷൻ ബി സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ സി ക്യൂബിക് മീറ്റർ, ഓപ്ഷൻ ഡി നമ്പേഴ്സ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് MKS സിസ്റ്റത്തിലെ ബ്രിക്ക് വർക്ക് ഫോർ സൂപ്പർ സ്ട്രക്ചറിന്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് ഇൻ സൂപ്പർ സ്ട്രക്ചർ ഇൻ ആർച്ചസ് ഇൻ സിമെന്റ് ലൈം ഓർ മഡ് മോർട്ടാർ. ഇതിന്റെ എല്ലാം യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഇൻ MKS ക്യൂബിക് മീറ്ററും യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഇൻ MKS പെർ ക്യൂബിക് മീറ്ററുമാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ക്യൂബിക് മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ബാർസ് ഇൻ RCC RB വർക്ക് ഇൻ MKS സിസ്റ്റം? ഓപ്ഷൻ എ മീറ്റർ, ഓപ്ഷൻ ബി നമ്പേഴ്സ്, ഓപ്ഷൻ സി ക്വിന്റൽ, ഓപ്ഷൻ ഡി സ്ക്വയർ മീറ്റർ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് MKS സിസ്റ്റത്തിലെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ബാർസിന്റെ യൂണിറ്റ് എന്താണെന്നാണ്. സോ ആ ടേബിളിൽ നിന്ന് വ്യക്തമാണ്. സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് ബാർസ് ഇൻ RCC RB വർക്കിന്റെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇൻ MKS ക്വിന്റൽ, യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഇൻ MKS പെർ ക്വിന്റൽ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ക്വിന്റൽ. Next question, what is the unit for ridges, valleys, gutters in MKS system? Option A meter, option B square meter, option C cubic meter, option D numbers. MKS സിസ്റ്റത്തിലെ റിഡ്ജസ്, വാലീസ്, ഗട്ടേഴ്സിന്റെ എല്ലാം യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ടേബിളിലേക്ക് തിരിച്ചു പോകാം. റിഡ്ജസ്, വാലീസ്, ഗട്ടേഴ്സ്, ഇതിന്റെ മെഷർമെന്റ് യൂണിറ്റ് മീറ്റർ, പേയ്മെന്റ് യൂണിറ്റ് പെർ മീറ്റർ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ ഫ്ലോറിംഗ് ഇൻ MKS സിസ്റ്റം? ഓപ്ഷൻ എ മീറ്റർ, ഓപ്ഷൻ ബി സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ സി ക്യൂബിക് മീറ്റർ, ഓപ്ഷൻ ഡി നമ്പേഴ്സ്. ഫ്ലോറിംഗിന്റെ MKS സിസ്റ്റത്തിലെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആ ടേബിളിൽ വ്യക്തമായി പറയുന്നത് ഫ്ലോറിംഗിലെ മെഷർമെന്റ് യൂണിറ്റ് സ്ക്വയർ മീറ്ററും പേയ്മെന്റ് യൂണിറ്റ് പെർ സ്ക്വയർ മീറ്ററും ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്ക്വയർ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം ലെഡ് ഫോർ എർത്ത് വർക്ക് എക്സ്കവേഷൻ? ഓപ്ഷൻ എ 10 മീറ്റർ, ഓപ്ഷൻ ബി 20 മീറ്റർ, ഓപ്ഷൻ സി 30 മീറ്റർ, ഓപ്ഷൻ ഡി 50 മീറ്റർ. എർത്ത് വർക്ക് എക്സ്കവേഷനിലെ മിനിമം ലെഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ലെഡ് ആൻഡ് ലിഫ്റ്റ് എന്നൊരു ഭാഗം ഡിസ്കസ് ചെയ്യാം. നോർമലി എർത്ത് വർക്ക് ഈസ് എസ്റ്റിമേറ്റഡ് ഫോർ 30 meter lead for distance and 1.5 meter lift for height or depth, and this distance of 30 meter and the height of 1.5 meter are known as normal lead and lift. ഇവിടെ പറയുന്ന ഈ 30 മീറ്റർ ഡിസ്റ്റൻസിന് ലെഡ് എന്നും then 1.5 മീറ്റർ ഹൈറ്റിന് ലിഫ്റ്റ് എന്നുമാണ് പറയുന്നത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി 30 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം ലിഫ്റ്റ് ഫോർ എർത്ത് വർക്ക് എക്സ്കവേഷൻ? ഓപ്ഷൻ എ 1 മീറ്റർ, ഓപ്ഷൻ ബി 1.5 മീറ്റർ, ഓപ്ഷൻ സി 2 മീറ്റർ, ഓപ്ഷൻ ഡി 3 മീറ്റർ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ മിനിമം ലിഫ്റ്റ് എത്രയാണെന്നാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 1.5 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷറിംഗ് യൂണിറ്റ് ഫോർ സോളിംഗ് ലെയർ? ഓപ്ഷൻ എ മീറ്റർ, ഓപ്ഷൻ ബി സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ സി ക്യൂബിക് മീറ്റർ, ഓപ്ഷൻ ഡി നമ്പേഴ്സ്. സോളിംഗ് ലെയറിന്റെ മെഷറിംഗ് യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോയില് സോഫ്റ്റോ അല്ലെങ്കിൽ ബാഡോ ആണെങ്കിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റിന് താഴെ ഡ്രൈ ബ്രിക്കിന്റെ അല്ലെങ്കിൽ സ്റ്റോണിന്റെ ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെയാണ് സോളിംഗ് എന്ന് പറയുന്നത്, സോളിംഗ് ലെയർ എന്ന് പറയുന്നത്. ദ സോളിംഗ് ലെയർ ഇസ് കമ്പ്യൂട്ടഡ് ഇൻ സ്ക്വയർ മീറ്റർ, ദാറ്റ് ഇസ് ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് സ്പെസിഫൈങ് ഇൻ തിക്നെസ്. സോളിംഗ് ലെയർ നോർമലി നമ്മൾ സ്ക്വയർ മീറ്ററിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്ക്വയർ മീറ്റർ. Next question, how much area of the opening is ignored for the masonry quantity calculation? Option A 1 square centimeter, option B 10 square centimeter, option C 100 square centimeter, option D 1000 square centimeter. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ masonry quantity calculationൽ ഓപ്പണിംഗ് ഡിഡക്ഷൻസിൽ ഇഗ്നോർ ചെയ്യുന്ന ഏരിയാസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഡിഡക്ഷൻ ഫോർ ഓപ്പണിംഗ്, ബിയറിംഗ്സ് എക്സെട്ര ഇൻ masonry. നമുക്കറിയാം ഒരു masonryയുടെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ
കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാൾ ആണെങ്കിൽ അത് സോളിഡ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച ശേഷം അതിലെ ഓപ്പണിങ്സിന്റെ ക്വാണ്ടിറ്റി ഡിഡക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. താഴെ പറയുന്ന കേസസിൽ ആ ഒരു ഡിഡക്ഷൻസ് നമ്മൾ നടത്തേണ്ടതില്ല. അപ്പൊ അതെന്തൊക്കെയാ നോക്കാം. നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ദി ഫോളോവിംഗ്. ഫസ്റ്റ് വൺ, ഓപ്പണിംഗ് ഈച്ച് അപ് ടു 1000 സ്ക്വയർ സെന്റിമീറ്റർ ഓർ 0.1 സ്ക്വയർ മീറ്റർ. 1000 സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.1 സ്ക്വയർ മീറ്റർ വരെയുള്ള ഓപ്പണിങ്സിന്റെ കേസിൽ ആ ഡിഡക്ഷൻ നടത്തേണ്ടതില്ല. ends of beams, post, rafters, purlins, etc. up to 500 square centimeter or 0.05 square meter in section. Then beams, post, rafters, purlins എല്ലാം സെക്ഷൻ ഏരിയ 500 സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ അതിൽ റിഡക്ഷൻസ് നടത്തേണ്ടതില്ല. ബെഡ് പ്ലേറ്റ്, വാൾ പ്ലേറ്റ്, ബിയറിംഗ് ഓഫ് ചെജാസ് അപ് ടു 10 സെന്റിമീറ്റർ ഡെപ്ത്. 10 സെന്റിമീറ്റർ ഡെപ്ത് വരുന്ന ബെഡ് പ്ലേറ്റ്, വാൾ പ്ലേറ്റ്, ബിയറിംഗ്സ് ഓഫ് ചെജാസ് ഇതൊന്നും ഡിഡക്ഷൻസ് നടത്തേണ്ടതില്ല. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി 1000 സ്ക്വയർ സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷറിംഗ് യൂണിറ്റ് ഫോർ കോർണിസ്? ഓപ്ഷൻ എ മീറ്റർ, ഓപ്ഷൻ ബി സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ സി ക്യൂബിക് മീറ്റർ, ഓപ്ഷൻ ഡി മില്ലിമീറ്റർ. കോർണിസിന്റെ മെഷറിംഗ് യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോർണിസിന്റെ കേസിൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇൻ MKS മീറ്ററും യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഇൻ MKS per meterമാണ്. So here the answer is option A meter. Next question, what is the measuring unit for modern door and window frames? Option A meter, option B square meter, option C cubic meter, option D millimeter. So ഇവിടെ woodwork, door and window frame or chaukat, rafters, beam, roof trusses ഇതിന്റെ എല്ലാം മെഷർമെന്റ് യൂണിറ്റ് ക്യൂബിക് മീറ്ററും പേയ്മെന്റ് യൂണിറ്റ് പെർ ക്യൂബിക് മീറ്ററുമാണ്. So here the answer is option C cubic meter. Next question, what is the scale range used for the preparation of layout plan? Option A 1 cm is equal to 5 meter to 1 cm is equal to 10 meter. Option B 1 cm is equal to 10 meter to 1 cm is equal to 20 meter. Option C 1 cm is equal to 0.5 kilometer to 1 cm is equal to 1 kilometer. Option D 1 cm is equal to 5 kilometer to 1 cm is equal to 10 kilometer. ലേഔട്ട് പ്ലാൻ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിൽ റേഞ്ച് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൈറ്റ് പ്ലാനിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന സ്കെയിൽ 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 5 മീറ്റർ ടു 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മീറ്റർ ആണ്. ലേഔട്ട് പ്ലാനിൽ യൂസ് ചെയ്യുന്ന സ്കെയിൽ 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മീറ്റർ ടു 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 20 മീറ്റർ ആണ്. ഇൻഡെക്സ് പ്ലാനിൽ യൂസ് ചെയ്യുന്ന സ്കെയിൽ 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.5 കിലോമീറ്റർ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ലേഔട്ട് പ്ലാനിന്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മീറ്റർ ടു 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 20 മീറ്റർ. The next question, which data is necessary for the preparation of estimate? Option A labor, option B material, option C fund, option D drawings. So data for estimation, to make an estimate for a work, following data are necessary. Estimate തയ്യാറാക്കാൻ താഴെ പറയുന്ന ഡേറ്റാസ് ആവശ്യമാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രോയിങ്സ്, സ്പെസിഫിക്കേഷൻ, റേറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. സോ ഇവിടെ ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ ഡി ഡ്രോയിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which estimate is prepared while the expenditure on a work exceeds by more than 10%? Option A supplementary, option B revised, option C annual repair, option D cubicle content. ഒരു വർക്കിന്റെ എക്സ്പെൻഡിച്ചർ 10%നേക്കാളും കൂടുതലായിട്ട് വരികയാണെങ്കിൽ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എസ്റ്റിമേറ്റിന്റെ ടൈപ്സിൽ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റും അതുപോലെ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റും ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ വരുന്ന ഒരു ടൈപ്പാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഈസ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആൻഡ് ഈസ് റിക്വയർഡ് ടു ബി പ്രിപ്പയർഡ് അണ്ടർ എനി വൺ ഓഫ് ദി ഫോളോവിംഗ് circumstances. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് താഴെ പറയുന്ന കേസ് വരുമ്പോഴാണ്. ആ കേസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, when the original sanctioned estimate is exceeded or likely to exceed by more than 5%. ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റിനേക്കാളും 5% കൂടുതൽ വരികയാണെങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. Then second one, when the expenditure on a work exceeds or likely to exceed the amount of administrative sanction by more than 10%. വർക്കിന്റെ എക്സ്പെൻഡിച്ചർ 10%ലേക്കാൾ കൂടുതൽ വരികയാണെങ്കിലും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. Next one, when there are material deviation from the original proposal even though the cost may be met from the sanctioned amount. ഒറിജിനൽ പ്രപ്പോസൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഡീവിയേഷൻസ് വരുന്ന കേസിലും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. So here the answer is option B revised. Next question, which estimate is prepared while the original sanctioned estimate is exceeded by more than 5%? Option A supplementary, option B extension and improvement, option C revised, option D plinth area. ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റിനേക്കാളും 5% കൂടുതൽ വരികയാണെങ്കിൽ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി റിവൈസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എസ്റ്റിമേറ്റ് ഈസ് റിക്വയർഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ
Option A approximate, Option B detailed, Option C revised, Option D supplementary. അഡ്മിനിസ്ട്രേറ്റീവ് സാക്ഷന് വേണ്ടി തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The engineering department prepares approximate estimate and preliminary plans and submit to the department concerned for administrative approval. Administrative approval കിട്ടാൻ വേണ്ടി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കുന്നത് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റും അതുപോലെ പ്രിലിമിനറി പ്ലാൻസുമാണ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ അപ്രോക്സിമേറ്റ്. Next question, how aggregate is specified? Option A size in mm, Option B length in mm, Option C height and breadth in centimeter, Option D length in meter, section in millimeter. അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. പർട്ടിക്കുലേഴ്സ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വർക്ക്സ്, ഓരോ വർക്ക്സിന്റെയും മെറ്റീരിയൽസിന്റെയും ഡീറ്റെയിൽസ്, അതുപോലെ ഡയമെൻഷൻസ് ഇൻ മെട്രിക് സിസ്റ്റം, മെട്രിക് സിസ്റ്റത്തിൽ അതിന്റെ ഡയമെൻഷൻസ് എങ്ങനെയാണ് വരുന്നത്. സോ നമുക്കിവിടെ അഗ്രിഗേറ്റിന്റെ കേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ടേബിളിൽ 9ാമത്തത് അഗ്രിഗേറ്റ്സ്, ബെല്ലാസ്റ്റ്, ഗ്രിറ്റ്, സാൻഡ് എക്സെട്ര. അതിന്റെ മെട്രിക് സിസ്റ്റത്തിലെ ഡയമെൻഷൻ സൈസ് ഇൻ mm ആണ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ സൈസ് ഇൻ mm. ഇതുപോലെ ഏത് മെറ്റീരിയൽസിന്റെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പൊ ഈ ടേബിൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബ്രിക്ക് വാൾ തിക്നെസ് ഈസ് മെഷേർഡ് ഇൻ സ്ക്വയർ മീറ്റർ? ഓപ്ഷൻ എ 10 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 15 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 20 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 30 സെന്റിമീറ്റർ. ഏത് ബ്രിക്ക് വാൾ തിക്നെസ് ആണ് സ്ക്വയർ മീറ്ററിൽ മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൂപ്പർ സ്ട്രക്ചറിന്റെ എല്ലാം ബ്രിക്ക് വർക്ക് ക്യൂബിക് മീറ്ററിലാണ് ചെയ്യുന്നത്. അതിൽ ചില കേസ് മാത്രം സ്ക്വയർ മീറ്ററിൽ ചെയ്യുന്നുണ്ട്. ബ്രിക്ക് വാൾസ് ആർ മെഷേർഡ് ഇൻ സ്ക്വയർ മീറ്റർ ഇഫ് ദ തിക്നെസ് ഓഫ് ദി വാൾ ഈസ് ഹാഫ് ബ്രിക്ക് ഓർ ആസ് എ പാർട്ടീഷൻ വാൾ ആൻഡ് ദാറ്റ് വിൽ ബി 10 സെന്റിമീറ്റർ. ഹാഫ് ബ്രിക്ക് തിക്നെസ് വരുന്ന കേസിൽ, അതുപോലെ പാർട്ടീഷൻ വാളിന്റെ കേസിലെല്ലാം, അതായത് 10 സെന്റിമീറ്റർ തിക്നെസ് വരുന്ന കേസിലെല്ലാം മെഷർമെന്റ്സ് എടുക്കുന്നത് സ്ക്വയർ മീറ്ററിലാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ 10 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് brick structure is measured in square meter? Option A reinforced brickwork, Option B broken glass coping, Option C concrete fencing post, Option D brickwork in arches. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് brickwork structure ആണ് സ്ക്വയർ മീറ്ററിൽ മെഷർ ചെയ്യുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബ്രോക്കൺ ഗ്ലാസ് കോപ്പിംഗ് ആണ്. ബാക്കി മൂന്നും ക്യൂബിക് മീറ്ററിലാണ് മെഷർമെന്റ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ വർക്ക് ഈസ് പ്രൊവൈഡഡ് ഫോർ റിവറ്റ്സ് ഇൻ സ്റ്റീൽ റൂഫ് ട്രസ്? ഓപ്ഷൻ എ 3%, ഓപ്ഷൻ ബി 5%, ഓപ്ഷൻ സി 7%, ഓപ്ഷൻ ഡി 10%. സ്റ്റീൽ റൂഫ് ട്രസിന്റെ കേസിൽ റിവറ്റ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റീൽ വർക്കിന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ സ്റ്റീൽ റൂഫ് ട്രസ് 5% ഓഫ് ദി സ്റ്റീൽ വർക്ക് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ഫോർ റിവറ്റ്സ് ആൻഡ് ബോൾസ് ആൻഡ് നട്ട്സ്. ഒരു സ്റ്റീൽ റൂഫ് ട്രസിന്റെ കേസിൽ സ്റ്റീൽ വർക്കിന്റെ 5% റിവറ്റ്സ്, ബോൾസ്, നട്ട്സിന് വേണ്ടിയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി 5%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ? ഓപ്ഷൻ എ 0.785 കിൻഡൽ പെർ ക്യൂബിക് മീറ്റർ, ഓപ്ഷൻ ബി 7.85 കിൻഡൽ പെർ ക്യൂബിക് മീറ്റർ, ഓപ്ഷൻ സി 78.5 കിൻഡൽ പെർ ക്യൂബിക് മീറ്റർ, ഓപ്ഷൻ ഡി 785 കിൻഡൽ പെർ ക്യൂബിക് മീറ്റർ. ഇവിടെ മൈൽഡ് സ്റ്റീലിന്റെ ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെൻസിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു 7850 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ഓർ 78.5 കിൻഡൽ പെർ ക്യൂബിക് മീറ്റർ ഓർ 0.785 ഗ്രാം പെർ ക്യൂബിക് മീറ്റർ. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ സി 78.5 കിൻഡൽ പെർ cubic meter. Next question, what is the plastering area for a pillar? Option A length into breadth into height, option B section area into height, option C perimeter, ഓപ്ഷൻ ഡി പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഒരു പില്ലറിന്റെ പ്ലാസ്റ്ററിംഗ് ഏരിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പില്ലറിന്റെ ക്വാണ്ടിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആണ്. പ്ലാസ്റ്ററിംഗ് ഇൻ ദി പില്ലേഴ്സ് ആർ കാൽക്കുലേറ്റഡ് ഇൻ സ്ക്വയർ മീറ്റർ മൾട്ടിപ്ലൈയിങ് ദി സർക്കംഫറൻസ് ഓഫ് പെരിമീറ്റർ ബൈ ദി ഹൈറ്റ്. പില്ലേഴ്സിന്റെ പ്ലാസ്റ്ററിംഗ് സ്ക്വയർ മീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പെരിമീറ്ററും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. Next question, what percentage is added as contingencies in approximate estimate? Option A 1% to 5%, option B 5% to 10%, option C 10% to 12%, option D 10% to 15%. Approximate estimateൽ എത്ര പെർസെൻറ്റേജ് ആണ് കോണ്ടിൻജൻസീസിന് വേണ്ടി ആഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. In approximate estimate, a percentage of about 5% to 10% is added as contingencies. Approximate estimateൽ 5 to 10% ആണ് കോണ്ടിൻജൻസീസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. So the answer is option B 5% to 10%. Next question, what is the outturn of mason constructing stone archwork? Option A 0.40 cubic meter, option B 0.55 cubic meter, option C 0.80 cubic meter,
ഓപ്ഷൻ ഡി 0.90 ക്യൂബിക് മീറ്റർ. സ്റ്റോൺ ആർച്ച് വർക്ക് കൺസ്ട്രക്ഷനിലെ ഒരു മേസന്റെ ഔട്ട് ടേൺ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ഒരു ഔട്ട് ടേൺ എന്ന് നോക്കാം. ടാസ്ക് ഓർ ഔട്ട് ടേൺ വർക്ക്, ദ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് ബൈ ആൻ ആർട്ടിഷ്യൻ ഓർ സ്കിൽഡ് ലേബർ ഇൻ ദ ഫോം ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പെർ ഡേ ഈസ് നോൺ ആസ് ദി ടാസ്ക് വർക്ക് ഓർ ഔട്ട് ടേൺ ഓഫ് ദി ലേബർ. ഒരു സ്കിൽഡ് ലേബറിന് പെർ ഡേയിൽ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, അതായത് അയാളുടെ കപ്പാസിറ്റിയെയാണ് ടാസ്ക് ഓർ ഔട്ട് ടേൺ വർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ പെർട്ടിക്കുലേഴ്സ് ഓഫ് ഐറ്റംസ്, ഓരോ ഐറ്റംസും അതുപോലെ അതിന്റെ ക്വാണ്ടിറ്റി പെർ ഡേയിൽ എത്രയാണ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ സ്റ്റോൺ ആർച്ച് വർക്കിന്റെ ഔട്ട് ടേൺ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ സ്റ്റോൺ ആർച്ച് വർക്കിന്റെ ക്വാണ്ടിറ്റി 0.40 ക്യൂബിക് മീറ്റർ ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ 0.40 ക്യൂബിക് മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഔട്ട് ടേൺ ഓഫ് മേസൺ constructing superstructure with brick masonry? Option A 0.55 cubic meter, option B 0.85 cubic meter, option C 1 cubic meter, option D 1.25 cubic meter. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബ്രിക്ക് മേസൺറി സൂപ്പർ സ്ട്രക്ചറിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഒരു മേസന്റെ ഔട്ട് ടേൺ എത്രയാണെന്നാണ്. സോ ആ ടേബിളിലേക്ക് ഒന്നുകൂടി പോകാം. ബ്രിക്ക് വർക്ക് ഇൻ ലെയിം ഓർ സിമെന്റ് മോർട്ടാർ ഇൻ സൂപ്പർ സ്ട്രക്ചർ, അതിന്റെ കേസിൽ ക്വാണ്ടിറ്റി 1 cubic meter ആണ് വരുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി 1 cubic meter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെന്റേജ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് is included in the analysis of rate? Option A 5, option B 10, option C 15, option D 20. Analysis of rateൽ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എത്ര പെർസെന്റേജ് ആണ് ആഡ് ചെയ്യുന്നത്? കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് സാനിറ്ററി വാട്ടർ സപ്ലൈ വർക്ക്സിന് 8% ആണ് കൊടുക്കുന്നത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി 10%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്വാണ്ടിറ്റി ബിറ്റുമിൻ ഈസ് റിക്വയർഡ് ഫോർ 100 meter square first coat painting on DPC? Option A 75 kg, option B 100 kg, option C 125 kg, ഓപ്ഷൻ ഡി 150 kg. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡി പി സിയിലെ 100 meter square ഫസ്റ്റ് കോട്ട് പെയിന്റിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ബിറ്റുമിൻ. ഇതുപോലെ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. പർട്ടിക്കുലേഴ്സ് ഓഫ് ഐറ്റംസ് അതുപോലെ ക്വാണ്ടിറ്റി, ഓരോ ഐറ്റത്തിന്റെയും എത്ര ക്വാണ്ടിറ്റി ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ബിറ്റുമിൻ ഓർ അസ്ഫാൾട്ട് ഫോർ പെയിന്റിംഗ് ഓൺ ഡി പി സി ഓർ ഓൺ റൂഫ്, അതിലെ ഫസ്റ്റ് കോട്ട് 150 kg ഫോർ 100 square meter, 100 square meterന് 150 kg. സെക്കൻഡ് കോട്ടിൽ 100 kg ഫോർ 100 square meter, 100 square meterൽ 100 kg. സോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 100 സ്ക്വയർ മീറ്ററിൽ ഫസ്റ്റ് കോട്ടിന്റെ കേസാണ്. സോ ദി ആൻസർ ഇസ് 150 kg. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോൺ ഈസ് റിക്വയർഡ് ഫോർ 1 meter cube ഓഫ് റബിൾ മേസൺറി? ഓപ്ഷൻ എ 0.5 cubic meter, ഓപ്ഷൻ ബി 0.75 cubic meter, ഓപ്ഷൻ സി 1 cubic meter, ഓപ്ഷൻ ഡി 1.25 cubic meter. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു മീറ്റർ ക്യൂബ് റബിൾ മേസൺറിക്ക് ആവശ്യമായിട്ട് വരുന്ന സ്റ്റോണിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നാണ്. റാൻഡം റബിൾ മേസൺറി ആൻഡ് കോഴ്സ്ഡ് റബിൾ മേസൺറി, മെറ്റീരിയൽ റിക്വയർഡ് ഫോർ 1 cubic meter. ഒരു ക്യൂബിക് മീറ്ററിന് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ് റാൻഡം റബിൾ മേസൺറിയും അതുപോലെ കോഴ്സ്ഡ് റബിൾ മേസൺറിയുടെ കേസിൽ സ്റ്റോൺ ഇൻക്ലൂഡിംഗ് വേസ്റ്റ് 1.25 cubic meter, മോർട്ടാർ 0.4 cubic meter. അഷ്ലാർ മേസൺറി റിക്വയർഡ് ഫോർ 1 cubic meter is അഷ്ലാർ മേസൺറിയിൽ 1 cubic meterന് ആവശ്യമായ മെറ്റീരിയൽസ് സ്റ്റോൺ ഇൻക്ലൂഡിംഗ് വേസ്റ്റ് 1.25 cubic meter, മോർട്ടാർ 0.25 cubic meter. ഇത്രയുമാണ് ഡീറ്റെയിൽസ് വരുന്നത്. നമുക്കിവിടെ റബിൾ മേസൺറിയിലെ ഒരു ക്യൂബിക് മീറ്ററിന് ആവശ്യമായ സ്റ്റോണിന്റെ ക്വാണ്ടിറ്റി ആണ്. സോ അതിവിടെ തന്നിട്ടുണ്ട് 1.25 cubic meter ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1.25 cubic meter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി നോമിനൽ സൈസ് ബ്രിക്സ് ആർ റിക്വയർഡ് ഫോർ 1 meter cube ഓഫ് brickwork? ഓപ്ഷൻ എ 500, ഓപ്ഷൻ ബി 600, ഓപ്ഷൻ സി 700, ഓപ്ഷൻ ഡി 800. ഒരു മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായിട്ട് വരുന്ന നോമിനൽ സൈസ് ബ്രിക്സിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് 500 ബ്രിക്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ 500. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഈസ് റിക്വയർഡ് ഫോർ 100 meter cube ഓഫ് 1:2:4 സിമന്റ് കോൺക്രീറ്റ്? ഓപ്ഷൻ എ 84 meter cube, ഓപ്ഷൻ ബി 86 meter cube, ഓപ്ഷൻ സി 88 meter cube, ഓപ്ഷൻ ഡി 90 meter cube. 100 meter cube 1:2:4 സിമന്റ് കോൺക്രീറ്റിൽ എത്ര ക്വാണ്ടിറ്റി കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാൽക്കുലേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന ചെറിയ ഭാഗം ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതിലെ കോൺക്രീറ്റിലെ മെറ്റീരിയൽസിന്റെ, ഇപ്പോൾ സിമെന്റ്, സാൻഡ്, അഗ്രിഗേറ്റിന്റെ എല്ലാം ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ സി ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ഇൻ ക്യൂബിക് മീറ്റർ, എസ് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് ഇൻ ക്യൂബിക് മീറ്റർ, എ ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഇൻ ക്യൂബിക് മീറ്റർ എന്നാണ് എടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ ദി എക്സ്പെരിമെന്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് ദ വോളിയം ഓഫ് ഡ്രൈ മെറ്റീരിയൽസ് required for 1 cubic meter of wet concrete are 1.52 cubic meter to 1.54 cubic meter. ഒരു ക്യൂബിക് മീറ്റർ വെറ്റ് കോൺക്രീറ്റിലെ ഡ്രൈ മെറ്റീരിയൽസിന്റെ വോളിയം
1.52 cubic meter to 1.54 cubic meter എന്നാണ് പറയുന്നത്. The quantities of dry materials required for 1 cubic meter of consolidated finished concrete are 1 cubic meter consolidated finished concreteലെ dry materialsന്റെ quantity എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിന്റെ ഇക്വേഷൻ ആണ് സിമെന്റ് 1.54 into C by C plus S plus A ഇത്രയും cubic meter. Next sand 1.54 into S by C plus S plus A cubic meter. Then aggregate 1.54 into A by C plus S plus A cubic meter. Then നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. What quantity of coarse aggregate is required for 100 meter cube of 1:2:4 cement concrete? നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ 1 cubic meter ഓഫ് ഫിനിഷ്ഡ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 1.54 cubic meter. ഒരു ക്യൂബിക് മീറ്റർ ഫിനിഷ്ഡ് കോൺക്രീറ്റിന്റെ ഡ്രൈ മെറ്റീരിയൽസ് ക്വാണ്ടിറ്റി 1.54 cubic meter ആണ്. നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 100 meter ക്യൂബിൻ്റെതാണ്. സോ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ 100 meter ക്യൂബ് ഓഫ് ഫിനിഷ്ഡ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 154 cubic meter. ഒരു ക്യൂബിക് മീറ്ററിൻ്റെത് 1.54 cubic meter ആണെങ്കിൽ 100 ക്യൂബിക് മീറ്ററിൻ്റെത് 154 cubic meter ആണ്. Then sum of ratio of ingredients in mix of 1:2:4. 1:2:4 മിക്സിലെ ഇൻഗ്രീഡിയൻസിൻ്റെ അതായത് സിമെന്റ് സാൻഡ് അഗ്രിഗേറ്റിന്റെ റേഷ്യോന്റെ സമ്മ് അതാണ് C plus S plus A is equal to 1 plus 2 plus 4 is equal to 7. Quantity of cement കാണാനുള്ള ഇക്വേഷൻ 154 into C by C plus S plus A is equal to 154 into സിക്ക് പകരം ഇവിടെ ഈ റേഷ്യോയിലെ സിമെന്റിന്റെ പാർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 154 into 1 ഡിവൈഡഡ് ബൈ C plus S plus A നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 7. That's equal to 22 cubic meter. Then ഒരു cubic meter സിമെന്റ് is equal to 30 bags ആണ്. So 22 cubic meter is equal to 660 bags. The next quantity of sand in equation ആണ് 154 into S by C plus S plus A. That's equal to 154 into sand ന്റെ 1:2:4 സാൻഡിന്റെ വാല്യൂ വരുന്നത് 2 ആണ്. So 154 into 2 divided by 7 is equal to 44 cubic meter. Quantity of aggregate is equal to 154 into A by C plus S plus A. ഇവിടെ A aggregateന്റെ 1:2:4 വരുന്ന വാല്യൂ 4 ആണ്. So equation is equal to 154 into 4 divided by 7. That's equal to 88 cubic meter. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. So the answer is option C, 88 meter cube. The next question, what is printed list of rates of various items of work maintained by the engineering department? Option A, schedule of rates. Option B, analysis of rates. Option C, item rates. Option D, market rates. Engineering department maintain ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വർക്കിന്റെ വേരിയസ് ഐറ്റംസിന്റെ റേറ്റ്സ് പ്രിന്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു പ്രിപ്പേഴ്സ് ദി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്? ഓപ്ഷൻ എ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓപ്ഷൻ ബി, കോൺട്രാക്ടേഴ്സ്. ഓപ്ഷൻ സി, പ്രൈവറ്റ് ഏജൻസീസ്. ഓപ്ഷൻ ഡി, ഗവൺമെന്റ് ഏജൻസീസ്. ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ആരാണ് തയ്യാറാക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മസ്ദൂർ ഓർ ഹെൽപ്പർ ഈസ് റിക്വയർഡ് പെർ മേസൺ ഫോർ ബ്രിക്ക് വർക്ക്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 1.5 to 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഈ ബ്രിക്ക് വർക്കിന്റെ മേസന്റെ കൂടെ ആവശ്യമായിട്ട് വരുന്ന മസ്ദൂർ ഹെൽപ്പറിന്റെ നമ്പർ എത്രയാണെന്നാണ്. ആൻസർ വരുന്നത് 1.5 to 2. Next question, what is the process of determining the fair price or value of a property? Option A, valuation. Option B, estimation. Option C, fixation. Option D, taxation. ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ അല്ലെങ്കിൽ ഫെയർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാലുവേഷൻ ഈസ് ദ ടെക്നിക് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഓർ ഡിറ്റർമൈനിങ് ദ ഫെയർ പ്രൈസ് ഓർ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി സച്ച് ആസ് എ ബിൽഡിംഗ്, അതർ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് വേരിയസ് ടൈപ്സ്, ലാൻഡ് എക്സെട്ര. എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ്, ലാൻഡ്, ബിൽഡിംഗ് ഇതുപോലുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ അതുപോലെ ഫെയർ പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് വാലുവേഷൻ. ബൈ വാലുവേഷൻ ദ പ്രസന്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ഡിറ്റർമൈൻഡ്. വാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർട്ടിയുടെ പ്രസന്റ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. So here the answer is option A, valuation.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് പരിചയപ്പെടാം. ഗ്രോസ് ഇൻകം ഇറ്റ് ഈസ് ദി ടോട്ടൽ ഇൻകം ആൻഡ് ഇൻക്ലൂഡ്സ് ഓൾ റെസീപ്റ്റ്സ് ഫ്രം വേരിയസ് സോഴ്സസ്. എല്ലാ സോഴ്സിൽ നിന്നും ലഭിക്കുന്ന ടോട്ടൽ ഇൻകം ആണ് ഗ്രോസ് ഇൻകം. നെക്സ്റ്റ് ടേം നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ. ദിസ് ഇസ് ദി amount left after deducting all outgoings, operational and collection expenses from the gross income or total receipt. Total income അതിൽ നിന്ന് ഔട്ട്ഗോയിങ്സും ഓപ്പറേഷണൽ കളക്ഷൻ എക്സ്പെൻസ് എല്ലാം റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. സോ നെറ്റ് ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട്ഗോയിങ്സ്. ദ നെക്സ്റ്റ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ ഇസ് ദി വാല്യൂ ഓഫ് ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസ്. ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസിന്റെ വാല്യൂവിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം സാൽവേജ് വാല്യൂ. ഇറ്റ് ഈസ് ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ്. ഡിസ്മാൻഡിൽ ചെയ്യാതെ യൂട്ടിലിറ്റി പീരീഡിന്റെ എൻഡിൽ ലഭിക്കുന്ന വാല്യൂവിനെയാണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടേം മാർക്കറ്റ് വാല്യൂ. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ദി എമൗണ്ട് വിച്ച് ക്യാൻ ബി ഓഫേർഡ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ ഇസ് ദി എമൗണ്ട് ഷോൺ ഇൻ ദി അക്കൗണ്ട് ബുക്ക് ആഫ്റ്റർ അലൗവിംഗ് നെസസറി ഡിപ്രീസിയേഷൻസ്. ഡിപ്രീസിയേഷൻസ് എല്ലാം കഴിഞ്ഞ് അക്കൗണ്ട് ബുക്കിൽ മാർക്ക് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ കോസ്റ്റ് ഈസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിംഗ് ലാൻഡ് ഓർ ദി ഒറിജിനൽ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ടു പോസസ് എ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടിയുടെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിനെയാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആനുവിറ്റി. ഇറ്റ് ഇസ് ദി ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദി ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. ആനുവിറ്റി മീൻസ് ആനുവൽ പേയ്മെന്റ്. ആനുവലി പീരിയോഡിക്കലായി നടത്തുന്ന പേയ്മെന്റിനെയാണ് ആനുവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽ? ഓപ്ഷൻ എ സാൽവേജ്, ഓപ്ഷൻ ബി സ്ക്രാപ്പ്, ഓപ്ഷൻ സി മാർക്കറ്റ്, ഓപ്ഷൻ ഡി ബുക്ക്. ഡിസ്മാൻഡിൽഡ് മെറ്റീരിയലിന്റെ വാല്യൂവിനെ പറയുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്ക്രാപ്പ് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി എമൗണ്ട് പ്രോപ്പർട്ടി ക്യാൻ ഫെച്ച് ഫ്രം ഓപ്പൺ മാർക്കറ്റ്? ഓപ്ഷൻ എ സ്ക്രാപ്പ് വാല്യൂ, ഓപ്ഷൻ ബി സാൽവേജ് വാല്യൂ, ഓപ്ഷൻ സി മാർക്കറ്റ് വാല്യൂ, ഓപ്ഷൻ ഡി ബുക്ക് വാല്യൂ. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദി ആൻസർ ഈസ് ഓപ്ഷൻ സി മാർക്കറ്റ് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദി ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി? ഓപ്ഷൻ എ ക്യാപിറ്റൽ കോസ്റ്റ്, ഓപ്ഷൻ ബി ആനുവിറ്റി, ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ, ഓപ്ഷൻ ഡി ഔട്ട്ഗോയിങ്സ്. ഒരു പാർട്ടി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എമൗണ്ട് റീപേയ്മെന്റിന് വേണ്ടി ആനുവലി പീരിയോഡിക്കലായിട്ട് പേയ്മെന്റ് നടത്തുന്നതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ ദി ആൻസർ ഈസ് option B annuity. Next question. Which cement concrete proportion is used for dam proof in first class building? Option A 1:1.5:3, option B 1:2:4, option C 1:2:6, option D 1:4:8. ഫസ്റ്റ് ക്ലാസ് ബിൽഡിങ്ങിലെ ഡാം പ്രൂഫിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമെന്റ് കോൺക്രീറ്റിന്റെ പ്രപ്പോർഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇത് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. സ്പെസിഫിക്കേഷൻസ് രണ്ട് ടൈപ്പ് ആണ്. ജനറൽ സ്പെസിഫിക്കേഷൻ ഓർ ബ്രീഫ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ഇങ്ങനെയുള്ള ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഡാം പ്രൂഫ് കോഴ്സ് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ബിൽഡിങ്ങിലെ ഡാം പ്രൂഫ് കോഴ്സ് shall be 2.5 cm thick cement concrete 1:1.5:3 mixed with waterproofing materials and painted with 2 coats of bitumen. ഇതിൽ പറയുന്നത് ഇവിടെ സിമെന്റ് കോൺക്രീറ്റിന്റെ റേഷ്യോ 1:1.5:3 ആണ്. So here the answer is option A 1:1.5:3. Next question. What is the minimum height for first class building? Option A 3.3 meter, option B 3.7 meter, ഓപ്ഷൻ സി 3.8 മീറ്റർ, ഓപ്ഷൻ ഡി 3.9 മീറ്റർ. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ബിൽഡിങ്ങിന്റെ മിനിമം ഹൈറ്റ് എത്രയെന്നാണ്. ഇവിടെ ഫസ്റ്റ് ക്ലാസ് ബിൽഡിംഗ്സിലെ റൂഫിംഗ് എന്ന ഭാഗത്ത് റൂഫ് ഷോൾ ബി ഓഫ് RCC സ്ലാബ് വിത്ത് ആൻ ഇൻസുലേഷൻ ലെയർ, ഹൈറ്റ് ഓഫ് റൂംസ് നോട്ട് ലെസ് ദാൻ 3.7 മീറ്റർ. ഇവിടെ റൂമിന്റെ ഹൈറ്റ് 3.7 ആണ് മിനിമം എന്ന് പറയുന്നത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി 3.7 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സിമെന്റ് കോൺക്രീറ്റ് പ്രൊപ്പോർഷൻ ഈസ് യൂസ്ഡ് ഫോർ ഡാം പ്രൂഫിംഗ് സെക്കൻഡ് ക്ലാസ് ബിൽഡിംഗ്? Option A 1:1.5:3, option B 1:2:4, option C 1:2:6, option D 1:4:8. സെക്കൻഡ് ക്ലാസ് ബിൽഡിങ്ങിലെ ഡാം പ്രൂഫിംഗിന്റെ സിമെന്റ് കോൺക്രീറ്റ് പ്രൊപ്പോർഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെസിഫിക്കേഷൻ എന്ന ഭാഗത്ത് സെക്കൻഡ് ക്ലാസ് ബിൽഡിംഗ്സിലെ ഡാം പ്രൂഫ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഷോൾ ബി 2 cm thick cement concrete 1:2:4 mixed with standard waterproofing materials. ഇവിടെ സിമെന്റ് കോൺക്രീറ്റ് റേഷ്യോ 1:2:4 ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി 1:2:4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് മെറ്റീരിയൽ ഈസ് സ്പെസിഫൈഡ് ഫോർ ദി പ്ലിന്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബിൽഡിംഗ്? ഓപ്ഷൻ എ first class brickwork in cement mortar 1:6, option B second class brickwork in cement mortar, option C third class brickwork in cement mortar, option D sun dried brickwork in mud mortar. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ബിൽഡിങ്ങിലെ പ്ലിന്തിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. സോ സ്പെസിഫിക്കേഷൻ എന്ന ഭാഗത്തെ ഫസ്റ്റ് ക്ലാസ് ബിൽഡിംഗ്സിലെ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് എന്ന ഐറ്റം അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം.
It shall be of first class brick or random rubble masonry in lime mortar or 1:6 cement mortar over lime concrete or 1:4:8 cement concrete. So ഇതിൽ നിന്ന് വ്യക്തമാണ് നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോർട്ടാർ 1:6. Next question, what is the equation for computation of volume by trapezoidal formula? Equidistant pointsലെ series of cross section areas കാൽക്കുലേറ്റ് ചെയ്ത ശേഷം വോളിയം കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് അല്ലെങ്കിൽ രണ്ട് ഫോർമുലയാണ് ട്രപ്പീസോയിഡൽ ഫോർമുല അതുപോലെ പ്രിസ്മോയിഡൽ ഫോർമുല. അതിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ട്രപ്പീസോയിഡൽ ഫോർമുലയുടെ ഇക്വേഷൻ ഏതാണെന്നാണ്. So here the answer is option B. V is equal to D by 2 A1 plus AN plus 2 into A2 plus A3 plus etc. up to AN minus 1. The next question, what is the equation for computation of volume by Prismoidal formula? ഇവിടെ ചോദിച്ചിട്ടുള്ളത് Prismoidal formulയുടെ ഇക്വേഷൻ ഏതാണെന്നാണ്. Here the answer is option C. V is equal to D by 3 A1 plus AN plus 2 into A3 plus A5 plus up to an minus 1 plus 4 into a2 plus a4 plus up to an minus 2. ഇതിനെ v is equal to d by 3 into first area plus last area plus 2 into sum of odd areas plus 4 into sum of even areas എന്നും പറയാം. ഇങ്ങനെയും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്, ഇതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു ചെറിയ ഭാഗം ഡിസ്കസ് ചെയ്യാം. For determining the areas of irregular polygons, different methods are used. Irregular polygonsന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി different methods യൂസ് ചെയ്യുന്നു. They are graphical method, coordinate method and planimeter. ഇതിൽ കോർഡിനേറ്റ് മെത്തേഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ രണ്ട് റൂൾ ഉണ്ട്, ട്രപ്പീസോയിഡൽ റൂൾ ആൻഡ് സിംസൺ റൂൾ. ട്രപ്പീസോയിഡൽ റൂൾ യൂസ് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ A is equal to D by 2 O1 plus ON plus 2 into O2 plus O3 plus up to ON minus 1. Then Simpson's rule, equation A is equal to D by 3 O1 plus ON plus 2 into O3 plus O5 plus up to ON minus 1 plus 4 into O2 plus O4 plus up to ON minus 2. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഏരിയ ബൈ ട്രപ്പീസോയിഡൽ റൂൾ? ട്രപ്പീസോയിഡൽ റൂൾ യൂസ് ചെയ്ത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് അതുപോലെ ഓഫ്സെറ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ട്രപ്പീസോയിഡൽ റൂളിന്റെ ഇക്വേഷൻ A is equal to D by 2 O1 plus ON plus 2 into O2 plus O3 plus etc. ON minus 1. ഇവിടെ ഈ ഡിസ്റ്റൻസിൽ 0, 30, 60, 90, 120 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ വരുന്ന ഇന്റർവെൽ അതിനെയാണ് സ്മോൾ ഡി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്മോൾ ഡി is equal to 60 minus 30 is equal to 30 ആണ് വരുന്നത്. ദെൻ ഈ ഓഫ്സെറ്റിലെ ഓരോ വാല്യൂസുമാണ് O1, O2 ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ O1, O2, O3, O4, O5, O6, O7, O8, O8 വരെ വാല്യൂ ഉണ്ട്. സോ നമുക്കറിയാം ട്രപ്പീസോയിഡൽ റൂളിന്റെ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ O1 0, O2 2.65 മീറ്റർ, O3 3.8 മീറ്റർ, O4 3.75 meter, O5 4.65 meter, O6 3.6 meter, O7 5 meter, O8 5.8 meter. D is equal to 30 meter. Then A ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. A is equal to D by 2 O1 plus O8 plus 2 into O2 plus O3 plus O4 plus O5 plus O6 plus O7. So the equation is equal to 30 by 2 into 0 plus 5.8 plus 2 into 2.65 plus 3.8 plus 3.75 plus 4.65 plus 3.6 plus 5. ഇതിനെ ഈ O1 മുതൽ O8 വരെയുള്ള വാല്യൂസ് ഇവിടെ കൊടുത്തു. Then that's equal to 790.5 meter square. So here the answer is 790.5 meter square. Next question, what is the area by Simpson's rule? Simpson's rule യൂസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഓഫ്സെറ്റ് തന്നിട്ടുണ്ട്. സിംസൺസ് റൂൾസ് അനുസരിച്ച് ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ ഇതിലെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. O1 മുതൽ O8 വരെയുള്ള വാല്യൂസ് എഴുതുന്നു. D 30 മീറ്റർ എന്ന് അറിയാം. A ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ A is equal to D by 3 into O1 plus O8 plus 2 into O3 plus O5 plus O7 plus 4 into O2 plus O4 plus O6. ദെൻ ഈ ഇക്വേഷനിൽ ഡിയുടെയും O1 മുതൽ O8 വരെയുള്ളതിന് വാല്യൂ കൊടുക്കുമ്പോൾ ഇക്വേഷൻ 30 by 3 into 0 plus 5.8 plus 2 into 3.8 plus 4.65 plus 5 plus 4 into 2.65 plus 3.75 plus 3.6. That's equal to 727 meter square. Option B 727 meter square.